നമസ്കാരം. അധികാരത്തിലെത്താൻ രാഷ്ട്രീയക്കാർ എന്ത് വാഗ്ദാനവും ജനങ്ങൾക്ക് നൽകും. അങ്ങനെ UDF നൽകിയ ഒരു വാഗ്ദാനമാണ് തങ്ങൾ അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കും എന്നുള്ളത്. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നു. അവരുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകിയാൽ അത് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയും പിന്തുണയും ഒക്കെ കിട്ടുമെന്നായിരുന്നു UDF സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ഈ സൗജന്യ യാത്രാ പദ്ധതി ആവിഷ്കരിച്ച ആദ്യത്തെ 2-3 ദിവസങ്ങളൊക്കെ ആ ഒരു പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് സ്ത്രീകൾക്ക് പോലും ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര അനുവദിച്ചത് കൊണ്ട് സ്ത്രീകൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു ദോഷവശത്തെപ്പറ്റി അവർക്ക് ബോധം വീണത്. പല സ്ത്രീകളും ഈ സൗജന്യ യാത്രയെ ഇപ്പോൾ പരസ്യമായി തന്നെ എതിർക്കുന്നുണ്ട്. ബസ്സുകളിൽ കാലുകുത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. പലരും ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും ഒക്കെ പൊക്കിക്കൊണ്ടിരുന്ന പലരും അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ സൗജന്യ യാത്രാ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, യാതൊരു കാര്യവുമില്ലാതെ വീട്ടിൽ നിന്നിറങ്ങി ബസ്സുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിട്ട് അടിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള വാർത്തകളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബസ്സുകൾ പലതും ഇത്തരത്തിൽ ജനങ്ങൾ തിക്കിത്തിരക്കി കയറിയത് മൂലം, യാത്രക്കാർ തിക്കിത്തിരക്കി കയറിയത് മൂലം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പൊന്മുടിയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ബസ് അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങളൊന്നും പഠിക്കാതെയാണ് സ്ത്രീകൾക്ക് ഈ അധികാരം കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഉടൻ തന്നെ സ്ത്രീകൾക്ക് ഈ ഒരു സൗജന്യ യാത്രാ പദ്ധതി സർക്കാർ നൽകിയത്. എന്തായാലും ഈ സൗജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂരുകാരനായ ഒരു ബസ്സുടമ അദ്ദേഹം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നിയമ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഈ ഒരു പദ്ധതിക്കെതിരെ ഉയരുന്നത്. ഈ സൗജന്യ യാത്രാ പദ്ധതി വന്നതുകൊണ്ട് 750ഓളം സ്വകാര്യ ബസ്സുകളാണ് അവർ ഓട്ടം അവസാനിപ്പിച്ചത്. നിരവധി തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഈ സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലാളികൾക്ക്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബസ്സുടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ബിബിൻ ടി ആലപ്പാട്ടാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും KSRTCക്ക് മാത്രം നേട്ടം ലഭിക്കാൻ ഇടയാക്കിയെന്നുമാണ് ഹർജിയിൽ ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. വിപണിയിലെ തുല്യ മത്സര സാഹചര്യമെന്ന സാമാന്യ നീതിക്ക് വിരുദ്ധമായിട്ടാണ് സർക്കാർ പദ്ധതിയെന്നും ഇത് നടപ്പിലാക്കിയതോടെ പ്രൈവറ്റ് സ്റ്റേജ് കാരിയേഴ്സിൽ നിന്ന് വൻതോതിൽ സ്ത്രീ യാത്രക്കാർ KSRTCയിലേക്ക് യാത്ര മാറ്റിയെന്നും യാത്ര സൗജന്യമാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർ KSRTCയിലേക്ക് മാറിയതെന്നും അതുകൊണ്ട് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നുമൊക്കെ അദ്ദേഹം ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഈ സൗജന്യ യാത്രാ പദ്ധതി വളരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ സൗജന്യ യാത്രാ പദ്ധതി വന്നതിനു ശേഷം നിരവധി സ്വകാര്യ ബസ്സുകൾ ഓട്ടം മതിയാക്കിയിട്ടുണ്ട്. അതിലെ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടമകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം സർക്കാരിൻ്റെ ഈ ഒരു എടുത്തുചാടിയുള്ള സൗജന്യ പദ്ധതി ആവിഷ്കരിച്ചതാണ്. 100 ദിവസത്തേക്കാണ് ഇത്തരത്തിലൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഈ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. ഈ 100 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് നിർത്തലാക്കി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് സ്ത്രീകൾ തന്നെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ സൗജന്യ യാത്രയെ പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ സ്ത്രീകളുടെ തിക്കിത്തിരക്കാണ്. 80-85 പേരാണ് ആ ബസ്സുകളിൽ കുത്തിത്തിരുങ്ങി കയറുന്നത് എന്നാണ് പറയുന്നത്. കണ്ടക്ടർക്ക് പോലും നിൽക്കാനിടമില്ല. അത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെ ഗുണ്ടൽപേട്ടിലേക്ക് പോയി വെറുതെ, അതായത് ഈ വയനാട്ടിലുള്ള സ്ത്രീകളല്ല കൂടുതലും, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് സൗജന്യ യാത്രാ ബസ്സിൽ സുൽത്താൻ ബത്തേരിയിലേക്ക് വന്ന് അവിടെ നിന്ന് സൗജന്യ ബസ്സിൽ കയറി ഇത്തരത്തിൽ ഗുണ്ടൽപേട്ടിലേക്ക് ഈ സൂര്യകാന്തി പാടങ്ങളും മുന്തിരിപ്പാടങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പോകുന്ന സ്ത്രീകളാണ്. പലരും ബസ്സിൽ നിന്ന് ഇറങ്ങില്ല. ബസ് ഗുണ്ടൽപേട്ടിൽ എത്തിയാൽ പോലും അവിടെ ഇറങ്ങാതെ ആ ബസ്സിൽ തന്നെ ഇരുന്ന് ബസ് തിരിച്ചു വരുമ്പോൾ അതിലേക്ക് വരുന്ന സ്ത്രീകളും ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു കണ്ടക്ടർ തന്നെ പറയുന്നത്. ഏകദേശം 25,000ഓളം രൂപയാണ് ഒരു ദിവസം ആ ബസ്സിൻ്റെ കണക്ഷൻ എങ്കിൽ അതിൽ 4,000 രൂപ മാത്രമാണ് ക്യാഷായിട്ട് കിട്ടുന്നത്. ബാക്കി മുഴുവൻ സൗജന്യ യാത്രയാണ്. 21,000ഓളം രൂപ സൗജന്യ യാത്രയാണ്. ആ പണം മുഴുവൻ സർക്കാർ KSRTCക്ക് നൽകണം. നോക്കൂ എത്ര പരിതാപകരമാണ് ഈ അവസ്ഥ. അല്ലെങ്കിൽ തന്നെ ഈ സ്ത്രീകളെ കൊണ്ട് പൂർത്തിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബസ്സുകളിൽ. കാരണം അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം ഞാൻ പറയാം. ഈ ബസ്സുകളിലൊക്കെ എല്ലാവർക്കും സംവരണമുണ്ട്. വികലാംഗർ, അംഗപരിമിതർ, അന്ധർ,
ഗർഭിണികൾ, അമ്മയും കുഞ്ഞും, അങ്ങനെ പലർക്കും സ്ത്രീകൾ ഈ സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർക്കായി സീറ്റുകൾ സംവരണം ചെയ്തിട്ടില്ല. പണ്ട് കാലത്തൊക്കെ ബസ്സുകളിൽ പുരുഷന്മാർ എന്ന് എഴുതി വെച്ചിരുന്നു. പക്ഷേ അങ്ങനെ ചില ബസ്സുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സ്ത്രീകൾ വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് സൈഡ് സീറ്റ് തന്നെ വേണം. അവിടെ പല പുരുഷന്മാർക്കും അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും ചെന്നാൽ തന്നെ, അതായത് ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാൾ ചെന്നാൽ തന്നെ, അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, ചെന്നാൽ പോലും ഈ സ്ത്രീകൾ, ഈ പെൺകുട്ടികളോ ഒന്ന് എണീറ്റ് കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം വേണം. കാരണം ഈ ഒരു സൗജന്യ യാത്രാ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോയാൽ അത് സർക്കാരിന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ഇതൊരു പരിമിതപ്പെടുത്തണം. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് മാത്രമായി, അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറികളിലും വീട്ടുജോലിക്കും പോകുന്ന സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാത്തവർക്ക് വേണ്ടിയും ഇത് അങ്ങനെ ഈ സൗജന്യ യാത്ര നൽകണം. അങ്ങനെ എന്തെങ്കിലും ഒരു പരിഷ്കാരം ഇതിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് സർക്കാരിന് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഈ വിഷയം പോയേക്കാം.